നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്രേഡ് നമ്മൾ ഓൾറെഡി എടുത്തു, എക്സിറ്റ് ആയി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളതിൻ്റെ ലോജിക്ക് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് കാണാം, ഞാൻ ഇതിനകത്തുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നല്ലൊരു ഡൗൺ പുഷാണ് ഉണ്ടായത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ ഡൗൺവേർഡ് മൂവ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഇന്നലത്തെ ലോ കട്ട് ചെയ്ത് താഴത്തേക്ക് പോന്നു. കഴിഞ്ഞ ദിവസത്തെ മറ്റൊരു ദിവസത്തെ ലോയിൽ ടച്ച് ചെയ്തു. അവിടുന്ന് ഏകദേശം നമുക്കിവിടെ നോക്കാം, ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻ്റുകളുടെ ഏകദേശം മധ്യഭാഗം വരെ മാർക്കറ്റ് എത്തി. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി. അങ്ങനെ മാർക്കറ്റ് റിവേഴ്സായ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ബൈ ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു റെഡ് ക്യാൻഡലിനെ റിവേഴ്സ് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി എടുത്തു. നമുക്ക് ഓർഡർ ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ബൈ ചെയ്തേക്കുന്ന സമയം. നമുക്കിവിടെ കാണാം 9:41 376.95 രൂപ നമ്മൾ ബൈ ചെയ്തു. അതിന് ശേഷം ഇവിടെ 376.95 രൂപ നമ്മൾ ബൈ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മളുടെ 1:1 ലെവലാണ്. അപ്പോൾ 1:1 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി. 1:2 ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഇന്നലത്തെ ലോയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എടുത്തു, അവിടുന്ന് തിരിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളുടെ എൻട്രി പോയിന്റിന് മുകളിൽ, അതായത് നമ്മളുടെ ഇന്നത്തെ ചാർജസ് വരുന്നത് ഇത്രയാണ്, 26 രൂപയാണ്. നമ്മൾ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ വിറ്റാൽ, നമ്മൾ 65 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അപ്പോൾ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ നമ്മൾ ഇന്ന് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്, ബ്രോക്കറേജും ചാർജും എല്ലാം കൂടെ 26.33 രൂപ എക്സ്പെൻസ് വരും. അപ്പോൾ അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണ് എക്സിറ്റ് എടുത്തേക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത് വാങ്ങിച്ച വിലയുടെ കുറച്ച് മുകളിലാണ്. സ്റ്റോപ്പ് ലോസ് പ്രൈസ് ആയിട്ട് നമ്മൾ 377.45 രൂപ വെച്ചു. അത് ട്രേഡ് നടന്നത് 377.35 ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയ്ക്ക് മുകളിൽ നമുക്ക് വിൽക്കാൻ പറ്റി. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇന്ന് ചാർജസ് ഒന്നും പോയിട്ടില്ല. 26 രൂപ നമ്മൾ പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ 1:1 അതിന് മുകളിൽ വേണമെങ്കിൽ എക്സിറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മളുടെ ടാർഗറ്റ് ഇവിടെ ട്രയൽ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു മേഖല ബ്രേക്ക് ചെയ്താൽ പിന്നെ റെസിസ്റ്റൻസ് വരാവുന്നത് ഇവിടെയാണ്, ഇന്നലത്തെ റേഞ്ചിൻ്റെ മധ്യഭാഗം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1:4 കിട്ടാനുള്ള വകുപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ച് മാർക്കറ്റ് താഴത്തേക്ക് പോരുന്നില്ലെങ്കിൽ നമുക്ക് 1:4 ഇന്ന് എടുക്കാം എന്നൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ട്രയൽ ചെയ്തത്. ഇനി ട്രയൽ ചെയ്യാനുണ്ടായ വേറൊരു മനോവികാരം എന്ന് പറയുന്നത് ഇതാണ്. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മളുടെ നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 9:50 ഇന്നലത്തെ ഡേ ഹൈയിൽ ഇടിച്ചു റിവേഴ്സായി. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിഫ്റ്റി 50 ഫസ്റ്റ് ക്യാൻഡിൽ വെച്ചത് ഗ്രീനാണ്. അതിനുശേഷം 2-3 ക്യാൻഡിലുകൾ താഴത്തേക്ക് പുഷ് ചെയ്തു. ദെൻ അത് ഇന്നത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നലത്തെ ഡേ ഹൈയുടെ അവിടെ റെസിസ്റ്റൻസ് എടുത്തത്. ആ സമയത്ത് നമ്മളുടെ സ്റ്റോക്ക് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല ഡൗൺ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തത് ഇന്നലത്തെ ലോയെയാണ് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അതിനുശേഷം താഴത്ത് വന്നിട്ട് നിഫ്റ്റി 50 9:50 ഇന്നലത്തെ ഡേ ഹൈയിൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റോക്ക് ഇന്നലത്തെ ഡേ ലോയിലാണ് റെസിസ്റ്റൻസ് എടുത്തത്. സോ നിഫ്റ്റി 50 ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, അതിൻ്റെ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് ട്രെൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത സെയിം ടൈം നമ്മുടെ സ്റ്റോക്ക് ഇന്നത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ ഡേ ലോയിൽ റെസിസ്റ്റൻസ് എടുത്തു. സോ ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡ് അവിടെ ആ സമയത്ത് കാണിക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ ഒരു അസംഷൻ്റെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഓൾ ഓവർ ദ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ സ്റ്റോക്ക് ഇപ്പോഴും നിൽക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ ലോസ് കൊടുക്കണ്ട എന്ന തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രയൽ ചെയ്തത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാനുള്ള മറ്റൊരു കാരണം കൂടെ, നമ്മൾ ഇത്രയും ദിവസം ഈ മാസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 1-ാം തീയതി മുതൽ ഇതുവരെ 8 ദിവസം നമ്മൾ ലോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ഡേയ്സ് വന്നേക്കുന്നത് 3 ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കൂടുതൽ ലോസിലേക്ക് കൊടുക്കണ്ട, മറിച്ച് ബ്രേക്ക് ഈവനിൽ ട്രയൽ ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ ഈ ലോസ് കൂട്ടാതെ പ്രോഫിറ്റ് 1:2 എബോവ് എടുക്കാനുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ നമുക്ക് കുറച്ച് നാൾ അങ്ങനെ ചെയ്തതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. ഈവൻ 1:1 നിന്ന് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു പോർഷൻ കുറയ്ക്കാമായിരുന്നു ലോസിൽ നിന്ന്. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ദിവസവും നമ്മൾ ബ്രേക്ക് ഈവൻ ആണ്. ഇവിടെ 1:2 1:1 ഒന്നും നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നെറ്റ് നമുക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ പോലും അത് ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആണ്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് നമ്മളിവിടെ കാണിച്ചിട്ടില്ല. പക്ഷേ അതും ഏകദേശം 1:1 പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണെങ്കിൽ 2 പോർഷൻ നമുക്കിവിടെ 1:1 വെച്ച് കവർ ചെയ്യാമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അത് ശരിയാണോ എന്ന് തോന്നിയാൽ നമ്മൾ അങ്ങനെയും ഒരു എക്സിറ്റ് എടുത്തേക്കാം. പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം മാർക്കറ്റിനി 1:2 3 4 ഒക്കെ റൺ ചെയ്താൽ നമ്മൾ 1:1 ടാർഗറ്റ് എക്സിറ്റ് എടുത്ത് പോന്നാൽ നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ കുറച്ചൊന്നല്ല ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നേരെ മറിച്ച് ബ്രേക്ക് ഈവനിൽ നമ്മൾ ട്രയൽ ചെയ്തിട്ട് ഇനി ആ ട്രേഡിൽ ഇടപെടാതിരുന്നാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇവിടേക്ക് മാർക്കറ്റ് തിരിച്ച് വരുന്നില്ല എങ്കിൽ മാർക്കറ്റ് എത്ര മുകളിലേക്ക് മൂവ് ചെയ്യുമോ അത് ഫുള്ള് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. 1. 2, മാർക്കറ്റ് ഇവിടെ നമ്മൾ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാതിരിക്കാം. കാരണം മാർക്കറ്റ് തിരിച്ചങ്ങ് പോന്നാൽ പോലും നമുക്ക് അന്നത്തെ ദിവസം ലോസ് ഇല്ല. അപ്പോൾ ആ ഒരു വികാരത്തിൻ്റെ പുറത്താണ് നമ്മളിവിടെ ട്രയൽ ചെയ്തത്. അതൊന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, അതിനുശേഷം താഴത്തേക്ക് പുഷ് ചെയ്തു. ഇവിടെ വീണ്ടും ഇപ്പോൾ ഡബിൾ ടോപ്പ് എന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു പാറ്റേൺ മാർക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡബിൾ ടോപ്പ് വെക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഡബിൾ ടോപ്പിൻ്റെ ഈ ഒരു നെക്ക് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പോരാം. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ട്രെൻഡ് ഒരു ട്രെൻഡും കാണിക്കുന്നില്ല, സൈഡ് വൈസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് ഒരു പക്ഷേ മാർക്കറ്റ് നമ്മുടെ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്തേക്കാം. അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേ ഹൈ കട്ട് ചെയ്തിട്ട് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് വേസിൽ നിൽക്കുവാണ്. അതിന് മുകളിലേക്ക് പോകാം, താഴത്തേക്ക് പോകാം. പക്ഷേ നിഫ്റ്റിയുടെ ഓൾ ഓവർ ചേഞ്ച് അനുസരിച്ചല്ല നമ്മുടെ സ്റ്റോക്ക് ഇന്ന് ബിഹേവ് ചെയ്തിട്ടുള്ള, അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇനി അവിടെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഒരുപക്ഷെ കട്ട് ചെയ്ത് താഴത്തേക്ക് പോരാ. അപ്പോൾ ആ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ബ്രേക്ക് ഈവനിൽ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്തത്. അത് നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിക്യൂട്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന 2 പ്രധാന വീഡിയോകൾ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണാം. കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടോളുക. ഇന്നലെ ചെയ്ത വീഡിയോ 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും തുടക്കക്കാരോ ഇല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതാണ് നമ്മൾ ആ വീഡിയോയിൽ പ്രതിപാദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടോളുക. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.